ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഇപ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു എന്നിപ്പോൾ തന്നെ പറഞ്ഞു. ആ കൂമ്പടഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ മാത്രമാണ്. കോൺഗ്രസിനുള്ളിൽ മാത്രമാണ്. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾക്ക് വിധേയരായവർ MLA-മായിട്ട് വേറെ പാർട്ടികളിരിക്കുന്നുണ്ട്. പാർട്ടിയുടെ വലിയ നേതാക്കളായിട്ട് വിലസുന്നുണ്ട്, ശശിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം രാഹുൽ ശശിയായി എന്നുള്ളത് സത്യമാണ് തൽക്കാലം കോൺഗ്രസിനകത്ത്. പക്ഷേ ഈ കേസിൻ്റെ ഒരു ബെന്നി ബെഹനാൻ പറഞ്ഞതാണ് അതിൻ്റെ സത്യം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ്, മുകേഷ് കുറ്റാരോപിതൻ മാത്രമാണ്, PK ശശി തീവ്രത കുറഞ്ഞ കുറ്റത്തിൻ്റെ ആരോപിതൻ മാത്രമാണ്. ഇതല്ലേ നമ്മുടെ സ്ഥിതി? ഇതല്ലേ നമ്മുടെ യഥാർത്ഥ സ്ഥിതി? എന്നിട്ട് കുറേ പത്രക്കാരെല്ലാം കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞ് വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ചോദിക്കും ഇവർ നിത്യവിശുദ്ധന്മാരാണെന്ന് തോന്നുന്നു, പരിപൂർണ പരിശുദ്ധന്മാരായിട്ടുള്ള വ്യക്തികളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വസ്ത്രം കണ്ടാൽ ചിലപ്പോൾ അതുപോലെയാണ് അലക്കി തേച്ച് വെളുപ്പിച്ച ഷർട്ടുമായിട്ട് വരുന്നത്. പത്രസ്ഥാപനങ്ങളിൽ എത്ര പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹഷപ്പ് ചെയ്യുന്നതുകൊണ്ടല്ലേ പുറത്ത് ലോകം അറിയാത്തത്. അറിയുന്നത് നമ്മൾ മഞ്ഞുപാളിയുടെ 1% മാത്രമാണ്. ബാക്കിയെല്ലാം കടലിൻ്റെ അഗാധതകളിൽ മുങ്ങിക്കിടക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യം. എവിടെ ഒരു സ്ത്രീ ഉണ്ടോ അവിടെ ഒരു പീഡനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറിയിട്ടുണ്ട് ഈ സത്യാനന്തര കാലത്ത്. എന്നിട്ട് എന്നെ കണ്ട കിണ്ണം കെട്ടതാണോ എന്ന് എന്നുള്ള ഭാവഹാവാദികളൂടെ നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിന്നിരുന്ന് വിചാരണ നടത്തുന്നതെന്നുള്ളതാണ് സത്യം.